നീ നോക്കിക്കോ, എൻ്റെ നോവൽ അവസാനം കമീലയെ നീ സ്വന്തമാക്കിയതായിട്ടേ ഞാൻ എഴുതൂ. എന്താ കാര്യം? ഞാൻ എഴുതിയ അറം പറ്റും. ചെസ് കളിക്കണ ചങ്ങാതിയിൽ സെഞ്ഞോർ മരിക്കുന്നതായിട്ട് ഞാൻ എഴുതിയില്ലേ? എന്നിട്ട് മരിച്ചില്ലേ? ഇനി മേനോൻ സാറിനെ തൂക്കിക്കൊല്ലുന്ന കാര്യം. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. വെറുതെ വേണ്ടാത്തൊന്നും പറയില്ല കേട്ടോ. ഡാ, രാത്രിയിൽ ചുമ്മാ കസേരയിൽ സീഡിയും കണ്ടിരുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതോ അതോ കൊന്നതോ? ആ കഥയുടെ ചുരുളുകൾ ഞാൻ അഴിക്കും മോനെ. അല്ല, നിന്റെ കല്യാണം ഉറപ്പിച്ച സെഞ്ഞോറല്ലേ? ആ വൈരാഗ്യത്തിന് അങ്ങനെ തട്ടിക്കളഞ്ഞതായിക്കൂടെ? ആര്? നീയും കമീലയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരുവൻ. ഒരുപാട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു CBI കുറിപ്പിലെ CD കണ്ടേ പറ്റൂ. നിന്റെ കാര്യോർത്ത് ഞാൻ ഒരുപാട് തീ തന്നിട്ടുണ്ട്. നീ ജീവിച്ചിരിക്കുന്ന വിവരം അമ്മയെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നു. കുട്ടിക്കാലം മുതലേ ഇവ ഇങ്ങനെയാ, ഒന്നും ആരോടും പറയില്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഒതുങ്ങിക്കൂടാനാണ് എപ്പോഴും ഇഷ്ടം. നിന്റെ അടുത്ത് വന്നപ്പോഴാണ് പിന്നെയും കുറേ മാറ്റങ്ങളുണ്ടായത്. No, gracias. എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? Charlie, you! When did you come home? എന്നെ പലപ്പോഴും കണ്ടിട്ടും അങ്ങോട്ട് മനസ്സിലായില്ലാന്ന് തോന്നി. അതുകൊണ്ടാ ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാകാമെന്നു പറഞ്ഞത്. ഈ വലിയ സർപ്രൈസ് ആയിരിക്കുമെന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. You already knew that Rahul was alive, don't you? എന്തായാലും സന്തോഷായില്ലേ? ജീവിതം അങ്ങനെയാക്കിയ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് ചിലപ്പോൾ തിരിച്ചു കിട്ടും. സ്വന്തമായി എന്ന് കരുതിയത് ചിലപ്പോൾ നഷ്ടപ്പെടും. ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ. Charlie? Now Rahul is with me. So, ഇനിവന്റെ വോയിസിൽ സംസാരിക്കേണ്ട. സോറി, ഞാൻ അറിയാതെ പഴയ പോലെ. ശരിയാ, ഇനിയിപ്പോൾ ഞാനെന്തിനാ? സോറി. ഞാനൊരു ഭീരുവായതുകൊണ്ടോ മരണത്തെ ഭയന്നതോ കൊണ്ടോ അല്ല ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നത്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ എൻ്റെ സ്നേഹം ഒരു നന്ദികേടായിരുന്നു. ചെറുപ്പം മുതലേ ഇവിടുത്തെ പണം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. നല്ലൊരു ജോലി ശരിയാക്കി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും സെഞ്ഞോറ. എന്നിട്ടും ഞാൻ നന്ദികേടല്ലേ കാണിച്ചത്. അതിനുള്ള ശിക്ഷ അദ്ദേഹം നൽകിയെന്നേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നീട് എല്ലാം മറന്നുള്ളൊരു ജീവിതമായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് തോന്നി. നീ എന്നെ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോഴും എൻ്റെ ഓർമ്മകളുമായി നീ കഴിയുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തോക്കുകയായിരുന്നു. Leave the past. റൂമിലേക്ക് വരുമ്പോൾ നോക്ക് ചെയ്തിട്ട് വരണമെന്ന് അറിയില്ല നിനക്ക്? അത് വൈൻ കൊണ്ടുവരാൻ പറഞ്ഞ സാറ് തന്നെയല്ലേ? അപ്പൊ സാറിന് അറിയില്ലേ ഞാൻ ഉടനെ തന്നെ വരുമെന്ന്? പക്ഷെ എനിക്കറിയില്ലല്ലോ സാർ ഉടനെ കയറി കെട്ടിപ്പിടിക്കുമെന്ന്. മാനേഴ്സ് ഇല്ലാതെ പെരുമാറിയിട്ട് നിന്ന് ന്യായം പറയുന്നു. ഗെറ്റ് ഔട്ട് ഇഡിയറ്റ്. ചാർലിയോട് ദേഷ്യപ്പെരുണ്ടായിരുന്നു. പിന്നെ എന്താ വേണ്ടത്? In your absence, he made me feel that you were beside me. രാഹുലിന്റെ അതേ വോയിസിൽ ചാർലി സംസാരിക്കും. It gave life to your memories. When Charlie was around, I never missed you. എന്നെ പോലെ നീ അവനെയും കണ്ടിരുന്നോ? വന്നിട്ട്
വന്നിട്ടൊരു വിശേഷം ചോദിക്കാൻ പോലും പറ്റിയില്ല. സത്യം പറഞ്ഞ എൻ്റെ മോൻ വന്ന സന്തോഷത്തിൽ മറ്റാരും എൻ്റെ കണ്ണിൽ പെടുന്നുണ്ടായിരുന്നില്ല. അമ്മച്ചി വിശേഷം പറയാൻ തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയില്ല എന്നോട് കുറ്റം പറയരുത് കേട്ടോ. ഒന്ന് പോടാ. ആ എവിടെ പോയിരുന്നു രണ്ടാളും കൂടെ? ഇവൻ എന്നെ നാട് കാണിക്കാൻ കൊണ്ട് നടക്കല്ലേ? ആ ഇവിടുത്തെ പ്രധാന വിനോദം കാളപ്പോരല്ലേ, അതൊന്ന് കാണിക്കാൻ കൊണ്ടുപോയതാ. പക്ഷേ സന്തോഷിക്കാൻ കൊണ്ടുപോയിട്ട് സങ്കടമായിട്ടാ പിരിഞ്ഞേ. അതെന്താ? ആളുകൾക്ക് രസിക്കാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് കൊല്ലാൻ പാടില്ലെന്നാ അമ്മച്ചി പറയണേ. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ തോന്നും. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാ. പപ്പൻ പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നോടും മോനോടും നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ചാർലിയുടെയും കമീലയുടെയും കല്യാണത്തിന് ശേഷമാണ് രാഹുൽ തിരിച്ചു വന്നതെങ്കിൽ പിന്നീട് ഇവരുടെ ജീവിതത്തിന് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവൂ. ഇവരുടെ വിവാഹത്തിന് മുൻപ് ദയവായിട്ടാ അവനെ തിരിച്ചു കൊണ്ടുവന്നെന്ന് കരുതിയാൽ മതി. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ തിരിച്ചു കിട്ടിയ ഒരു അമ്മയുടെ അപേക്ഷ. എന്റെ മകനെ ശപിക്കുന്ന മനസ്സോടെ ആരും നോക്കിക്കാണരുത്. നീ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? രാഹുല് തിരിച്ചു വന്നപ്പോ അവരെന്നെ വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞ അമ്മച്ചിക്ക് വിഷമാവൂലേ? അതുകൊണ്ടാ. സാരില്ല അമ്മച്ചി. What happened to you, Charlie? ഇപ്പോഴും സംസാരിക്കുന്നില്ല, കാണുന്നില്ല. What happening to you? ഒന്നുമില്ല, ജോലി തിരക്കുകൊണ്ടാ. You had the same work before. അതെ, എന്നാലും നേരത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. ഇപ്പോൾ രാഹുൽ സാർ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശല്യം ഉണ്ടാന്ന് കരുതിയിട്ടാ. ഞാൻ കമീലോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നത് ചിലപ്പോൾ രാഹുൽ സാറിന് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അതുകൊണ്ടാ. Sometimes he behaves like that. Até não deixa-me varão. Ni educar ni amakanda. Are you mad at me? മാഡോ? കമീലോടോ? എന്തിന്? Anan Rahul in the voice. Imite andano. Niam parangede neneku filchedo. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കമീല പറഞ്ഞത് ശരിയല്ലേ. എനിക്ക് കമീലോട് വഴക്കില്ല, ദേഷ്യം. Is it true? ട്രൂ. Then perform something for me. അയ്യോ, ഇപ്പോ നോ മൂഡ് അതില്ല, അതാണ്. Charlie o The Voice matra-me. Nyanke título. Performance candidato. Please, Charlie, anything you like. ഇപ്പൊ വേണ്ട കമീല. Won't you listen to me? Please. ഓക്കെ ഓക്കെ, ആസ് യു വിഷ്.